പാസ്റ്റർ, യേശുവിൻ്റെ ജനനം ലോകം മുഴുവൻ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിനെക്കുറിച്ച് വളരെ അതിമനോഹരമായ ഒരു സന്ദേശം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ജനത്തിന് ആ സന്ദേശം പകർന്നു കൊടുത്തതിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. യേശുവിൻ്റെ ജീവിതം, യേശു വളരെ യുണീക്കായിട്ട് ഉള്ളൊരു ജീവിതം നയിച്ച ആളാണ്. യേശു മിക്ക സമയങ്ങളിലും പബ്ലിക്കിലായിരുന്നു. ഒന്നുകിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിന് ചുറ്റുമുണ്ട്, അല്ലാത്ത സമയങ്ങളിൽ യേശു ശുശ്രൂഷയ്ക്ക് വേണ്ടി പബ്ലിക്കിൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. സ്വാഭാവികമായിട്ടും യേശുവിൻ്റെ ശുശ്രൂഷകളെ പറ്റിയും യേശുവിൻ്റെ ജീവിതത്തെപ്പറ്റിയും പല കാര്യങ്ങളും ജനങ്ങൾക്ക് യേശുവിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ബൈബിളിൽ ഏകദേശം പുതിയ നിയമത്തിൽ പ്രത്യേകിച്ചൊരു 200ഓളം 183+ ക്വസ്റ്റ്യൻസ് ആളുകൾ യേശുവിനോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങും ഇതുപോലെ പബ്ലിക്കിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. ചർച്ചിനകത്തും ചർച്ചിന് വെളിയിലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ശുശ്രൂഷ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒത്തിരി ചോദ്യങ്ങൾ അങ്ങയോട് ചോദിക്കാൻ ആളുകൾക്കുണ്ടാവും. പലരും എന്നോട് പല കാര്യങ്ങളും വന്നങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ സഭയുടെ മെമ്പറല്ല. എനിക്ക് ഒരു ഔട്ട്സൈഡർ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ അടുത്ത് കാണുവാനും മനസ്സിലാക്കുവാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങയെ കാണുവാനും മനസ്സിലാക്കുവാനും ശുശ്രൂഷകൾ പങ്കെടുക്കുവാനും ഒക്കെ ഒത്തിരി അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഈ ദിവസങ്ങളിലായിട്ട് പലരും ഇതുപോലെ തന്നെ പല ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം അങ്ങയോട് ചോദിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, യേശു കർത്താവ് അങ്ങയുടെ മുറിയിൽ വന്നു അങ്ങയോട് സംസാരിക്കുന്നു. ആ സംസാരിച്ച കാര്യം അങ്ങ് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു, അത് ജനത്തെ കേൾപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പലരും എന്നോട് ചോദിച്ചു. അദ്ദേഹത്തോട് യേശു സംസാരിച്ചു, അതെങ്ങനെ അദ്ദേഹം റെക്കോർഡ് ചെയ്തു, അത് ജനത്തെ കേൾപ്പിച്ചു എന്നൊക്കെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്താണ് പറയാനുള്ളതെന്നാണ് എൻ്റെ ചോദ്യം. അല്ല റിജോയ് സാറേ, അത് റിജോയ് സാറ് എനിക്ക് തോന്നുന്നു അതിനുള്ള മറുപടി അവർക്ക് കൊടുത്ത് കാണാം. യെസ്, ഓഫ് കോഴ്സ്. അതിനുള്ള മറുപടി കൊടുത്ത് കാണാം. സത്യം പറഞ്ഞാൽ മറുപടി പറയേണ്ടി ഒരു കാര്യമായിട്ട് എനിക്കിത് തോന്നുന്നില്ല. കാരണം അത് എൻ്റെ പ്രസംഗങ്ങൾ നിരന്തരമായി കേൾക്കുന്നവർക്കും എൻ്റെ മെസ്സേജുകൾ ഇപ്പോൾ ഈ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, എൻ്റെ ശബ്ദം കേട്ട് പരിചയമുള്ളവർക്കും കൃത്യമായിട്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും അത് ടിനി പാസ്റ്റർ തന്നെ ശബ്ദമാണ് എന്നുള്ളത്. എന്നാൽ അതിനകത്ത് സാർ ചോദിച്ചുകൊണ്ട് പറയാം, അതിനകത്ത് സംഭവിച്ച ഒരു കാര്യം, അതിനൊരു 4 ദിവസം മുമ്പ്, ഞാൻ ആ ദിവസങ്ങളിലെല്ലാം ഫാസ്റ്റിങ്ങിലും പ്രയറിലുമായിരുന്നു. ഞാൻ രാവിലെ എൻ്റെ പ്രഭാതത്തിലുള്ള പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ച്, നമ്മുടെ പ്രയറിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കാറുണ്ട്. ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിൽ ക്രിസ്റ്റി പാസ്റ്ററിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ജിജി പാസ്റ്റർ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അവരിവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നതിന് ദൈവം അവിടെ വന്നു, കർത്താവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്, അല്ലേ? ആ ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അവരെ പഠിപ്പിക്കേണ്ടതിനായിട്ട് കർത്താവ് എനിക്കൊരു വചനം തന്നു. വചനം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ ആ വചനഭാഗം ബൈബിൾ തുറന്നെടുത്തു. അത് സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. പ്രോവർബ്സ് ചാപ്റ്റർ 17 വേർഡ് 13 ആണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നെങ്കിൽ തിന്മ നിങ്ങളുടെ കൂടാരത്തെ വിട്ടുപോകുകയല്ലെന്ന് വായിച്ചേ. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു എങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. അപ്പൊ ആ വചനം സാധാരണ ഞാനൊരു വാക്യം വായിക്കുമ്പോൾ എൻ്റെ നോട്ട് പാഡിൽ ഞാൻ എഴുതി വെക്കുകയോ റെഫറൻസ് എഴുതി വെക്കുകയോ ചെയ്യും. പക്ഷെ എനിക്ക് ആ വാക്യത്തെ ആ സമയത്ത് പെട്ടെന്ന് എഴുതി വെക്കാൻ തോന്നുകയല്ലായിരുന്നു. നമുക്കിപ്പോൾ ഒരു പാട്ട് കിട്ടി. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ പാട്ടുകാരുണ്ട്.
പാട്ട് പാടുന്ന പിള്ളേരുണ്ട്. അവർക്കൊരു പുതിയ പാട്ട് കിട്ടിയാൽ പെട്ടെന്ന് അവരവരുടെ ഫോൺ എടുത്ത് ആ പാട്ട് അവരങ്ങ് റെക്കോർഡ് ചെയ്യും, മറന്നു പോകാതിരിക്കാൻ അല്ലേ. നമുക്ക് പെട്ടെന്നൊരു നമ്മളൊക്കെ വണ്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു പുതിയ തോട്ട് നമ്മുടെ അകത്ത് വന്നു. വചനം പ്രസംഗിക്കുന്നവർക്കറിയാം, എന്തെങ്കിലും ഒരു റെവലേഷൻ, ഒരു തോട്ട്സോ പരിശുദ്ധാത്മ നമുക്ക് തന്നാൽ നമ്മൾ നമ്മുടെ എഴുതി വെക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് ആ ഫോണിനകത്ത് അങ്ങ് റെക്കോർഡ് ചെയ്ത് വെക്കും, പിന്നെ അത് റൈറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് ആക്ച്വലി ഈ ഒരു വാക്യം കർത്താവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം ഇടപെടുകയാണ്. ദൈവസഭയ്ക്കെതിരെയോ ദൈവിക പ്രവർത്തനങ്ങൾക്കെതിരെയോ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ നിന്റെ വീട്ടിനകത്തുനിന്ന് തിന്മ വിട്ടുപോകത്തില്ല. അത് എൻ്റെ വാക്കല്ല, അത് ദൈവത്തിന്റെ വചനമാണ്. സദൃശ്യവാക്യം 17:13 വാക്യമാണ്. പക്ഷെ ഞാനത് വിട്ടു, സൺഡേ ചർച്ചിൽ വന്നു, ഇങ്ങനെ കോമൺ ആയിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജനത്തിന്റെ അനുഗ്രഹം അപ്പോഴും ഞാൻ സംസാരിക്കുന്നത്, ജനത്തിന്റെ ഡെലിവറൻസ് അപ്പോഴും സംസാരിക്കുന്നത്. അപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കാര്യം പ്രാർത്ഥനയിൽ ഈ ഒരു വചനഭാഗത്തിലൂടെ എനിക്ക് ലഭിച്ചത്, ഇനി റെഫറൻസ് ഓർമ്മ വന്നില്ല. ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞു, ആ ഫോണിഞ്ഞെടുത്തേന്ന് പറഞ്ഞു, ആ ഫോണിഞ്ഞെടുത്തേന്ന് പറഞ്ഞു. അതെടുത്തിട്ട് ആ സമയത്ത് എൻ്റെ അകത്ത് കർത്താവ് തന്ന, അല്ലെങ്കിൽ ആ വചനത്തിലൂടെ തന്ന ചിന്ത, ദൈവം ഇപ്പോ വചനം കർത്താവല്ലേ തരുന്നേ. ഒരു പ്രസംഗം പ്രിപ്പയർ ചെയ്യുന്ന പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്കേ അതറിയത്തു. ആ ഭാഗം ഞാൻ പറഞ്ഞു, ദൈവസഭയ്ക്കോ ദൈവരാജ്യത്തിനോ ദൈവിക പ്രവർത്തികൾക്കോ എതിരെ പ്രവർത്തിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് തിന്മ വിട്ടുപോകുകയല്ല. അത് സദൃശ്യവാക്യം 17:13 വാക്യമാണ്. അത് ഞാൻ ഈ ഫോണിനകത്തൂടെ അന്ന് പറഞ്ഞത്, എൻ്റെ ശബ്ദത്തിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് പറഞ്ഞ ആ സാധനം കേൾപ്പിച്ചു. ചർച്ചക്കാർക്കെല്ലാം അത് മനസ്സിലായി, നിങ്ങളെല്ലാം കേട്ടാണ് വിട്ടു. പക്ഷേ അത് ഈ നിലയിലൊരു കാര്യമായി തീരുമെന്നൊന്നും അങ്ങനെയൊക്കെ ചെയ്യുമെന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചോണ്ടോ വിചാരിച്ചോണ്ടോ അല്ല അങ്ങനൊരു കാര്യം പറഞ്ഞത്. അതേ ഉള്ളൂ എനിക്ക് അതിനകത്ത് പറയാൻ. അതിപ്പോൾ നമുക്കാണെങ്കിലും ഒരു പാട്ടോ ഒരു പുതിയ തോട്ട്സോ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ നമ്മളത് എഴുതി വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ സജ്ജീകരണം അനുസരിച്ച് അത് ഫോണിനകത്ത് റെക്കോർഡ് ചെയ്യും. ഇപ്പൊ പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിച്ച സമയത്ത് വചനധ്യാനത്തിന്റെ ഇടയിൽ ദൈവം എനിക്ക് തന്നതായതുകൊണ്ട്, ബൈബിളിലെ വാക്യമായതുകൊണ്ട്, കർത്താവിന്റെ സാന്നിധ്യത്തിലായതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എൻ്റെ മുറിയിൽ കർത്താവ് വന്ന് എനിക്ക് തന്ന, എന്നോട് സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞത്. എല്ലാ പാസ്റ്റർമാരും എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞത്, ദൈവം എന്നോട് സംസാരിച്ച വചനം, അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിച്ച ഒരു ആലോചന ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അത് ഞാൻ മറന്നു പോകാതിരിക്കാൻ എൻ്റെ ഫോണെ എൻ്റെ ശബ്ദത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചു. അതിനകത്ത് സാറും അങ്ങനെ അതല്ലേ മനസ്സിലാക്കി? ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു ഈ ദൈവശബ്ദം എന്ന വാക്ക് പറഞ്ഞതുകൊണ്ട് അതാ എല്ലാവർക്കും അവിടെയാ കൺഫ്യൂഷൻ ഉണ്ടായി. എല്ലാവർക്കും അറിഞ്ഞുകൂടാ. വചനം ദൈവശബ്ദമാണ്. ഒരു ദൈവദാസൻ മൈക്കിലൂടെ സംസാരിക്കുന്നത് യഥാർത്ഥമായി സുവിശേഷം പ്രസംഗിക്കുക, അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുക, ദൈവവചനത്തെ വിളംബരം ചെയ്യുന്നത് ദൈവശബ്ദമാണ്, ദൈവത്തിന്റെ ആലോചനയാണ്. അല്ലേ? നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കുമ്പോൾ നീ എൻ്റെ അധരമാകും എന്ന് വചനമില്ലേ? റിജു സാറേ, ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ അന്നത്തെ നമ്മുടെ ആരാധനയിൽ പങ്കെടുത്ത വിശ്വാസികൾക്കോ അന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കിയവർക്കും ചർച്ചിലിരുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾക്കും അല്ലെങ്കിൽ വിസിറ്റേഴ്സിനൊന്നും അവർക്ക് അതിനകത്തൊരു കൺഫ്യൂഷനും ഇല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല. അവർക്ക് കൃത്യമായിട്ട് എന്തോ നടന്നതെന്ന് അവർക്കറിയാം. അത്രയേ ഉള്ളൂ കാര്യം. ജോയ് സാറെ, പാസ്റ്റർ പറഞ്ഞ കറക്റ്റാണ്. നമ്മുടെ സഭയിലുള്ള ഒരു വിശ്വാസികൾക്കും ഒരു കൺഫ്യൂഷനുമില്ല. എന്നാൽ പുറത്തുള്ള പലർക്കും ഇതിന് ഒരു തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. പലരും എന്നോടും ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അപ്പോസ്തലനെന്ന് ടിനു പാസ്റ്റർ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യങ്ങൾ എന്നോട് പലരും ചോദിക്കുകയുണ്ടായി തീർന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നെന്നാണ്. അന്നേരം അവിടെ അപ്പോസ്റ്റൽസ് ഉണ്ട്, പ്രൊഫറ്റ്സ് ഉണ്ട്, ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. എന്നാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യം,
അപ്പോസ്റ്റൽസിനെയും പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, പ്രൊഫറ്റ്സിനെയും പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, ഇവാഞ്ചലിസ്റ്റിനെയും പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, അതേപോലെ ടീച്ചേഴ്സിനെയും പാസ്റ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ എന്നാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അന്നേരം നമ്മുടെ ദൈവപുരുഷനെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായ ദൈവമെടുത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ കണ്ണാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തൻ്റെ കൈയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തെടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, തൻ്റെ മേൽ ദൈവം ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയാണ് കർത്താവ് പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മീതിയാക്കി വെച്ചിരിക്കുന്ന ദൈവപുരുഷനെ നമ്മൾ അപ്പോസ്റ്റൽ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, പല സഭകൾ നമ്മൾ നോക്കുമ്പോൾ ആ സഭകൾ അവരുടെ നേതൃത്വത്തെ അല്ലെങ്കിൽ അവരുടെ പരമാധ്യക്ഷനെ ചിലർ തിരുമേനി എന്ന് വിളിക്കുന്നു, ചിലർ ബിഷപ്പ് എന്ന് വിളിക്കുന്നു, മറ്റ് ചില സഭകൾ അവർ ജനറൽ സൂപ്രണ്ട് എന്ന് വിളിക്കുന്നു, ചിലർ ഓവർസിയർ എന്ന് വിളിക്കുന്നു, ചിലർ ജനറൽ പ്രസിഡന്റ് എന്ന് വിളിക്കുന്നു. അങ്ങനെ പല പേരിലാണ് അവർ അറിയപ്പെടുന്നത്. എന്നാൽ എൽഷദായ് മിനിസ്ട്രിയെ സംബന്ധിച്ച് നമ്മുടെ ദൈവപുരുഷനെ നമ്മൾ അപ്പോസ്റ്റൽ ടിനു ജോർജ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. കാരണം വെച്ചാൽ തൻ്റെ കൈയാൽ, തൻ്റെ ശുശ്രൂഷയാൽ കർത്താവ് ഈ കാലഘട്ടത്തിൽ വലിയൊരു അപ്പോസ്തോലിക ശുശ്രൂഷയാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ നിയമത്തിലെ 5 ശുശ്രൂഷകളും ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ കൈയാൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിജി പാസ്റ്റർ പറഞ്ഞത് വളരെ വളരെ കറക്റ്റാണ്. കാരണം കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ ഓരോ ശുശ്രൂഷകളും വളരെ വ്യത്യസ്തമാണ്. ചില സമയത്ത് വളരെ ശക്തമായി വചനം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ശുശ്രൂഷ കഴിയുമ്പോൾ അനേകം ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ തെറ്റായ മദ്യപാനത്തിൽ നിന്ന്, അതുപോലെ തെറ്റായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അതിനുശേഷം മാനസാന്തരപ്പെടുന്ന അനേക അനുഭവങ്ങൾ കാണാറുണ്ട്. അപ്പോൾ തന്നെ ചില സമയത്ത് വളരെ ശക്തനായ പ്രവാചകനായി എഴുന്നേറ്റ് നിന്ന് അവർ മറ്റാരോടും പറഞ്ഞിട്ടില്ലാത്ത, ഒരുപക്ഷെ അവർ പോലും മറന്നുപോയ ചില കാര്യങ്ങളൊക്കെ വളരെ ആഴത്തിലിറങ്ങി പ്രവചിക്കുന്ന ഒരു പ്രവാചകനായിട്ട് കർത്താവിൻ്റെ അഭിഷിക്തൻ ശുശ്രൂഷിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു ഇടയനായിട്ട്, വളരെ ജനത്തെ സ്നേഹിക്കുന്ന, കരുതുന്ന, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന, അവരെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ സമയവും സാഹചര്യമൊക്കെ അനുസരിച്ച് അവരെ സന്ദർശിക്കുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു ഇടയനായിട്ട് പ്രവർത്തിക്കുന്നത് കാണുവാൻ സാധിക്കും. അങ്ങനെ 5 ശുശ്രൂഷകളും വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ അഭിഷിക്തനിലൂടെ ചെയ്തെടുക്കുന്നത് നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കും, അല്ലെങ്കിൽ ഈ മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും അനുഭവവേദ്യമായിട്ടുള്ള ഒരു വലിയ സത്യമാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് സ്നേഹം കൊണ്ട്, നമ്മുടെ ബഹുമാനം കൊണ്ട് നമ്മൾ വിളിക്കുന്നതാണ് അപ്പോസ്തലൻ. ജിജി പാസ്റ്ററെ, ക്രിസ്റ്റി പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് ഒരു ദൈവദാസൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് നിൽക്കാൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ കണ്ട ഒരനുഭവം ഇത് തന്നെയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും ആവശ്യമുള്ള, മറ്റു ശുശ്രൂഷകളെ പോലെ തന്നെ ആവശ്യമുള്ള ഒരു ശുശ്രൂഷയാണ് അപ്പോസ്തോലിക ശുശ്രൂഷ. സാത്താൻ അതിനെ നന്നായിട്ട് ഭയക്കുന്നുണ്ട്. കാരണം ഒരു അപ്പോസ്തലനിലൂടെ ഒരു ദൈവം ചെയ്തെടുക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് മാസ് ലെവലിൽ തീയിൽ നിന്ന് ആളുകളെ വലിച്ചെടുക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് അസാധാരണമാണ്. സുവിശേഷം അറിയിച്ച് പോകുന്നതിനൊക്കെ അപ്പുറം സഭകൾ സ്ഥാപിച്ച് അതിനകത്ത് ആളുകളെ ഉറപ്പിച്ച് ദൈവരാജ്യത്തിൻ്റെ വക്താക്കളാക്കി നെക്സ്റ്റ് ലെവൽ ലീഡേഴ്സായിട്ടൊക്കെ വളർത്തിയെടുക്കുന്ന ആ ഒരു അപ്പോസ്റ്റോലിക് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. അപ്പോൾ ചിലർ ചിന്തിക്കാറുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ അപ്പോസ്റ്റലന്മാരുണ്ടോ? കാരണം യേശുവിൻ്റെ 12 അപ്പോസ്റ്റലന്മാർക്ക് ശേഷം അപ്പോസ്റ്റലന്മാരില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വസ്തുനിഷ്ഠമായിട്ട് വചനം പഠിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്, ഒരു സംശയമാണ്. കാരണം പുതിയ നിയമത്തിലെ വളരെ അഗ്രഗണ്യനായ അപ്പോസ്തലനായ പൗലോസ്, അദ്ദേഹം യേശുവിനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ജഡാവതാരം ചെയ്ത യേശുവിനെ മറ്റ് 12 അപ്പോസ്തലന്മാർ കണ്ടതുപോലെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഡമാസ്കസിലോട്ട് പോകുന്ന വഴിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു വിഷനാണ്. ക്രിസ്റ്റോഫനി എന്ന്
തിയോളജിക്കൽ ടേംസ് പറയും. അതാണ് ഉണ്ടായത്. യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ അപ്പോസ്തലത്വം പലപ്പോഴും ശക്തമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. സഭയ്ക്കകത്തും പുറത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് തന്നെ പറയുന്നത്, ഞാനൊരു അപ്പോസ്തലനല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊരു അപ്പോസ്തലനല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം പിശാചിന് ഈ അപ്പോസ്തോലിക മിനിസ്ട്രിയോട് വളരെ ശക്തമായ എതിർപ്പുണ്ട്. കാരണം അതിൻ്റെ സ്വാധീനത വലുതാണ്, അതിൻ്റെ ഇമ്പാക്റ്റ് വലുതാണ്. അപ്പോൾ ഇന്ന് അപ്പോസ്തലന്മാരുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. അതൊരു വിളിയാണ്, ദൈവത്തിൻ്റെ വിളിയാണ്. അത് പൗലോസ് പറയുന്നുണ്ട്, അത് മനുഷ്യനല്ല എന്നെ വിളിച്ചത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, മനുഷ്യരാലുമല്ല മനുഷ്യരിൽ നിന്നുമല്ല ദൈവത്താൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിളി വന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവമാണ് ഒരു മനുഷ്യനെ നിയോഗിക്കുന്നത്. പിന്നെ പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞതുപോലെ ചർച്ച അത് അഫേം ചെയ്യുകയാണ്, ചർച്ച അത് മനസ്സിലാക്കുകയാണ്. ഈ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ വിളി ഉണ്ട് എന്നുള്ളത് ചർച്ച അത് മനസ്സിലാക്കുക. എഫെസ് ലേഖനം 2:20, 4:11, 1 കൊരിന്ത്യർ 12:28 അപ്പോസ്തലൻ ദൈവസഭയുടെ അടിസ്ഥാന ശിലയാണെന്ന് പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ വായിക്കുന്നു. മാത്രമല്ല അപ്പോസ്തലന്മാർ പുതിയ സഭ സ്ഥാപിക്കുകയും അവിടെ ഇടയന്മാരെ നിയോഗിക്കുകയും ചെയ്യുന്നു. അത് ഒരു വസ്തുതയാണ്. അപ്പോസ്തല പ്രവൃത്തി 14:23, 20:17, റോമാലേഖനം 15:20, തീത്തോസ് 1:5. അപ്പം ഇതിലെല്ലാം ഇത് മനസ്സിലാക്കാം. അപ്പോസ്തലന്മാർ സഭയുടെ ഉപദേശങ്ങൾ ആധികാരികമായി രൂപപ്പെടുത്തുകയും ഉപദേശ സമന്വയം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത് പൗലോസും മറ്റ് അപ്പോസ്തലന്മാർ ചെയ്ത കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 15:1 മുതൽ 29 വരെ, റോമാലേഖനം 6:17, 2 കൊരിന്ത്യർ 10:8. മാത്രമല്ല അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അത് ഒരു നോർമലായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെയൊക്കെ ശുശ്രൂഷകൾ സംഭവിക്കുന്നത് അസാധാരണമായ ദൈവപ്രവൃത്തി. അപ്പം നോർമൽ കാര്യങ്ങളും നോർമൽ അല്ലാത്ത അസാധാരണമായ നിലയിലുള്ള അത്ഭുതങ്ങളും നടക്കാറുണ്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കുമ്പോഴും നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളിലൂടെയും അപ്പോസ്തലന്മാർ കടന്നു പോകുന്നുണ്ട്. പകിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ പവറിൻ്റെ ഡിസ്പ്ലേ മാത്രമല്ല. ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ കഷ്ടതയുണ്ട്, സഹിഷ്ണുതയുണ്ട്, അതും പ്രകടമാണ്. ബൈബിളിൽ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു പുതിയ നിയമത്തിലൊരു വാക്കാണ് ആപത്ത്. ആപത്ത് 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 എന്ന് കണ്ടിന്യൂസ് പറയുന്ന ഒരു വേദഭാഗമുണ്ട്. 2 കൊരിന്ത്യർ 11:23 മുതൽ 29 വരെ. അത് അപ്പോസ്തലനായ പൗലോസ് കടന്നു പോയതാണ്. അത് ഈ വിളിയുടെ ഭാഗമാണ്, വിളിയുടെ ഭാഗം. അധികമാരും അറിയുന്നില്ല. അത് അവർ മറ്റുള്ളവരോട് ചിലപ്പോൾ അത് പറയാറില്ല. പക്ഷേ അവരത് സഹിച്ച് മുന്നോട്ട് പോകുന്ന അതും അപ്പോസ്തലൻ്റെ ശുശ്രൂഷയുടെ ഒരു ഹോൾമാർക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നീട് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റൂട്ട് മാത്രമല്ല. നമ്മൾ റൂട്ടാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതിൻ്റെ അടിസ്ഥാനമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ റൂട്ട് മാത്രമല്ല, ഫ്രൂട്ടും ഉണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ശുശ്രൂഷയിലൂടെ ആവിർഭവിക്കുന്ന സഭകൾ, സുവിശേഷത്താൽ ജനിപ്പിച്ച മക്കൾ, ശുശ്രൂഷയിലേക്ക് കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ശുശ്രൂഷകർ, വിശാലമായ സുവിശേഷീകരണം, ദൈവപ്രവൃത്തികൾ, ഇതെല്ലാം ഈ ശുശ്രൂഷയുടെ മുഖമുദ്രയാണ്. അപ്പോൾ അപ്പോസ്റ്റോലിക് മിനിസ്ട്രി അതെപ്പോഴും അറ്റാക്ക് ചെയ്യപ്പെടും. ബട്ട് ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് ദി അവർ. ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. അപ്പോസ്തലന്മാർ എഴുന്നേൽക്കണം. ഒന്നല്ല, അനേകം അപ്പോസ്തലന്മാർ ഇന്ത്യയുടെ വിവിധ രാജ്യങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ലോകരാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന നിലയിൽ അപ്പോസ്തലന്മാർ എഴുന്നേൽക്കട്ടെ, പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ, ടീച്ചേഴ്സ്, ബൈബിൾ ടീച്ചേഴ്സ് എഴുന്നേൽക്കട്ടെ, നല്ല ഹൃദയഭാരമുള്ള ഇടയന്മാർ എഴുന്നേൽക്കട്ടെ, നല്ല സുവിശേഷകർ എഴുന്നേൽക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ നമ്മുടെ ലൈവിന്റെ സമയം ഒത്തിരി മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്നും നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളാണ്. ദൈവത്തിന് എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും, എല്ലാ ബഹുമാനവും, എല്ലാ ആദരവും കർത്താവിൻ്റെ തിരുപാദ പീഠത്തിൽ അർപ്പിക്കുകയാണ്. കാരണം ഇതിനെല്ലാം പൗലോസ് പറയുന്നതിനെല്ലാം കാരണഭൂതനായവൻ ദൈവമത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, പക്ഷെ പ്രവർത്തിക്കുന്നതെല്ലാം ഒരാത്മാവാകുന്നു. അത് പരിശുദ്ധ ആത്മാവാണ്. ഈ അപ്പോസ്തലനായ പൗലോസ്
റോമർ 1:2 എഴുതിയിട്ടുണ്ട്, വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത് സുവിശേഷത്തിനായി വിളിക്കപ്പെട്ട അപ്പോസ്തലന്. അതൊരു വിളിയാണ്, അതൊരു കോളിംഗ് ആണ്. ജിജിപ്പാസ് പറഞ്ഞ എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു അല്ലേ? എനിക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ശരിക്കും നമ്മുടെ നാട്ടിൽ എല്ലാവരെയും പാസ്റ്റർ 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 എന്നാണ് എല്ലാവരെയും സംബോധന ചെയ്യുന്നല്ലേ? തീർച്ചയായിട്ടും ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്ന ഓരോ നിലകളിലാണ്. അതിനെ തിരിച്ചറിയുമ്പോഴാണ് പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ വിളിയിലേക്ക് നിങ്ങൾ നോക്കുവീനും. ഇറ്റ്സ് എ കോളിംഗ്. പക്ഷെ ഞാൻ എൻ്റെ മാന്യ സഹോദരങ്ങളോട്, സഭാവിശ്വാസികളോട് പറയുന്നു, ദയവായിട്ട് എന്നെ നിങ്ങൾ അപ്പോസ്തലനെന്നോ പ്രവാചകനെന്നോ പാസ്റ്ററെന്നോ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും വിളിക്കണമെന്നോ പറയണമെന്നോ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനത് ആവശ്യപ്പെടുകയില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ബ്രദറെ എന്ന് വിളിക്കാം, പാസ്റ്റർ എന്ന് വിളിക്കാം, സഹോദര എന്ന് വിളിക്കാം, സുവിശേഷക എന്ന് വിളിക്കാം, ഉപദേശി എന്ന് വിളിക്കാം, ഉപദേഷ്ടാവ് എന്ന് വിളിക്കാം. സ്നേഹത്തോടെ ഏത് നിലയിലും സമയം ടിനു ജോർജ് എന്ന് വിളിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരു സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്നത് ഒരു പദവിയല്ല, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു അപ്പോസ്റ്റലിക് കോളിംഗ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് എ പൊസിഷൻ, ദാറ്റ് ഇസ് എ റെസ്പോൺസിബിലിറ്റി. ഒരു പാസ്റ്റർ എന്ന് പറയുന്ന ഒരു പദവിയല്ല ദൈവാസനെ. ഞാൻ എപ്പോഴും 100 കണക്കിന് തവണ നമ്മുടെ സഭകളിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പ്രസംഗിച്ചിട്ടുള്ള ഒരു പാസ്റ്റർ എന്ന് പറയുന്ന ഒരു പദവിയല്ല, ഒരു പൊസിഷൻ അല്ല, അതൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്, ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ അകത്ത് എന്തുമാത്രം ഞാൻ പ്രാർത്ഥനയിൽ, ദൈവസന്നിധിയിൽ, ദൈവകൃപയിൽ നിന്നാ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും, എന്നെ കാണുന്ന സുവിശേഷകരും ശുശ്രൂഷകരുമായ ഓരോരുത്തരും, ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമില്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല. ഇത് മഹാകാരുണ്യവാനായ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ ദയയാലും ദൈവത്താൽ വിളിക്കപ്പെടും. എന്നാൽ ചില സമയങ്ങളിൽ പൗലോസിന് പറഞ്ഞു, പൗലോസ് ആകുന്ന ഞാൻ, അപ്പോസ്തലനാകുന്ന ഞാൻ, അപ്പോസ്തലന്മാരും ഞാൻ ഒട്ടും കുറഞ്ഞവനല്ല എന്നൊക്കെ പൗലോസ് സംബോധന ചെയ്യുന്നു. ചില സമയങ്ങളിൽ നമ്മളുടെ അധികാരത്തെ ആത്മതലങ്ങളിൽ പൈശാചിക മേഖലകളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളുടെ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആണെന്ന് പറയുമ്പോഴാണ് മാനുഷിക തലങ്ങളിൽ ഒരു അറ്റൻഷൻ ഉണ്ടാവും അല്ലേ? നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഡോക്ടർ എന്നാണ് സംബോധന ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ഡോക്ടറാണെന്ന് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് ആ മനുഷ്യനോട് നമ്മുടെ രോഗങ്ങൾ നമുക്ക് പറയാൻ തോന്നുന്നു. അല്ലാതെ വഴി പോകുന്ന എല്ലാവരോടും നമ്മുടെ രോഗങ്ങൾ പറയത്തില്ല. ചില സമയങ്ങളിൽ ദൈവം നമ്മളെ വിളിച്ച്, പൗലോസ് പോലും അത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിന്, വേർതിരിച്ചിരിക്കുന്നത് എന്തിന്, നമ്മുടെ വിളി എന്താണ് എന്ന് ചില സമയങ്ങളിൽ എഴുത്തുകാർ പറയത്തില്ല, ഞാനൊരു എഴുത്തുകാരനാണ് എന്ന് പറയത്തില്ലേ, ഞാനൊരു എഴുത്തുകാരനാണ് എന്നവർ പറയത്തില്ല. അവരുടെ ആ ശുശ്രൂഷ എന്താണോ അത് ചില സമയങ്ങളിൽ അവർ പ്രസ്താവിക്കാം. ബിബ്ലിക്കലി ജിജിപ്പാസ് പറഞ്ഞ പോലെ, റിജോയ് സാർ പറഞ്ഞതുപോലെ, ബിബ്ലിക്കലി 5 ശുശ്രൂഷകളും ദൈവത്താൽ നിയമിക്കപ്പെട്ട്, ദൈവത്താൽ ഒരുക്കപ്പെട്ട്, ദൈവത്തിന്റെ ആത്മാവിനാൽ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. ഒരിക്കലും ഒരു ഡോക്ടറിന്റെ പണി ഒരു എഞ്ചിനീയറിന് ചെയ്യാൻ പറ്റുകയില്ല. ഒരു എഞ്ചിനീയറിന്റെ, ഒരു ആർക്കിടെക്ട് എഞ്ചിനീയർ ചെയ്യേണ്ട ഒരു പണി ഒരിക്കലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് ചെയ്യാൻ പറ്റുകയില്ല. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരുടെ പ്രൊഫഷനോടുള്ള ബന്ധത്തിൽ, അവരുടെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ അവർക്ക് പറയേണ്ടി വരും, ഐ ആം എൻ ആർക്കിടെക്ട്, ഐ ആം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് ചില സമയങ്ങളിൽ അവർ പറയും. ഇപ്പൊ ഇതെല്ലാം ഈ നിങ്ങൾ ഈ പറഞ്ഞ ഈ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങളോടൊക്കെ ആളുകൾ ചോദിച്ച ചില ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലും ചിന്തകളിൽ ഉള്ള കാര്യമാണ്. പക്ഷെ ഇതുവരെ ജിജിപ്പാസ് പറഞ്ഞ പോലെ നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം മീറ്റിങ്ങുകളായിരുന്നു, ഒരു ദിവസമില്ല അല്ലേ പാസ്റ്റർ? പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പാസ്റ്റർ സത്യമായിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല ഇതുവരെ. അങ്ങനെ യേശു പോലും എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ ഈ കാര്യം, ഈ ഒരു ലൈവ് സർവീസ് മുന്നോട്ട് വെച്ചതിനാലും ഇങ്ങനെ ഒരു ഡിസ്കഷൻ നിങ്ങളുടെയൊക്കെ ഇടയിലുള്ളതിനാലും ഇത് ഇപ്പോൾ ഒരു അവസരം കിട്ടി, നമ്മളിത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു അവസരത്തിൽ ഇത് ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരോ, ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്നവരോ, അതുകൊണ്ട് ഇതിനകത്ത്
പാസ്റ്ററെ, ഈ അന്നത്തെ ദിവസം ആ ലൈവ് നടക്കുമ്പോൾ, ആ ലൈവ് സർവീസ് അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലെ ആളുകളെല്ലാം സൂമിലും കൂടിയിട്ടുണ്ട്, ഇവിടെയും ഫിസിക്കലായിട്ട് അന്ന് കൂടിയിട്ടുണ്ടായിരുന്നു അല്ലേ? സാറുണ്ടായിരുന്നു, ക്രിസ്റ്റി പാസ്റ്റർ, നിങ്ങളെല്ലാം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അന്ന് ഇൻസിഡന്റ് ഉണ്ടായത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഈ നമ്മുടെ ചർച്ചിന്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ജനത്തിന് ദൈവത്തെ ആരാധിക്കാനുള്ള ആ ഒരു ഇടം ദൈവത്താൽ ഒരുക്കപ്പെട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് വയ്ക്കുന്ന ഒരു ടൈമില് 2-3 ഫാമിലീസ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകള് അതിന് വിരോധമായി സംസാരിക്കുകയും അകത്ത് നിൽക്കുന്നവർ. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കുടുംബം അവർ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ കൊടുക്കരുത്, അങ്ങനെ പോകരുത്, ഇവിടെ ഇത് ചെയ്യരുത്, ചർച്ച എന്തിനാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തിനാ ചർച്ച പണിയുന്നേ, അതിനാ കൊടുക്കേണ്ട കാര്യമില്ല, അതൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയുകയും. അതിങ്ങനെ, ഞാൻ ആ സമയത്ത് അമേരിക്ക US ആ ടൈമിൽ അവിടുത്തെ മീറ്റിങ്ങിലായിരുന്നു. ഞാൻ നാട്ടിൽ വന്ന് അന്ന് വൈകിട്ട് ലൈവിന് ഞാനിവിടെ വരുമ്പോൾ, പാസ്റ്റർ അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഒരു സഹോദരൻ എന്നെ ഓഫീസിൽ കൊണ്ടുപോയിട്ട്, ഈ ഓഫീസിൽ തൊട്ടപ്പുറത്ത് കാണുന്ന നമ്മുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, പക്ഷേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്നാൾ എന്നോട് പറഞ്ഞു, കുറേ കാര്യങ്ങൾ ആ മകനോടും ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പം എനിക്കങ്ങനെ മനസ്സിനങ്ങ് ഭയങ്കര വേദന തോന്നി. സാധാരണ കഴിഞ്ഞ 25 വർഷത്തോളമായി ദൈവം എനിക്ക് നൽകിയ ശുശ്രൂഷയിൽ ഞാൻ ഒരിക്കലും എൻ്റെ വായ് കൊണ്ട് ഒരാളെ വേണ്ടാത്തത് പറയുകയോ, ഒരു മതത്തെക്കുറിച്ചോ ഒരു സഭയെക്കുറിച്ചോ ഒരു സംഘടനയെക്കുറിച്ചോ ഒരു വിഭാഗത്തെക്കുറിച്ചോ എൻ്റെ പ്രസംഗങ്ങളിൽ പരാമർശിക്കുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ആളല്ല. ദൈവവചന അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലാതെ പറയുന്ന ആളല്ല. ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര പെയിനുണ്ടായി, ഇല്ലാത്ത വിഷമമുണ്ടായി എൻ്റെ ഹൃദയത്തിൽ. സാധാരണ അങ്ങനെ ഉണ്ടാകുമ്പം, കേട്ടോ പാസ്റ്ററെ, ഞാനത് ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ക്ഷമ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നു, വേദന നിനക്ക് തരുന്നു, കർത്താവെ എൻ്റെ ഹൃദയത്തിൽ നീ അതെടുത്ത് മാറ്റണേ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മിനിസ്റ്റർ ചെയ്യാൻ വരും. പക്ഷെ അന്ന് അതിനുള്ള ആ ടൈം കിട്ടിയില്ല. കൃത്യമായിട്ട് പാസ്റ്ററെ, ഞാൻ അന്ന് ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പം ഏറ്റവും അവസാനത്തെ ഭാഗത്ത് സൂമിലുള്ളവരെ നോക്ക്, ചർച്ചിലുള്ളവരെ സൂമിലുള്ളവരെ നോക്ക്, കൃത്യമായിട്ട് ഇത് പറയുകയും പ്രചരിപ്പിച്ചുകൊണ്ട് നടന്ന ആ ഫാമിലിയെ ഞാൻ ഈ സൂമിനകത്ത് കാണുക, എൻ്റെ കൺമുമ്പിൽ കാണും. അപ്പം എൻ്റെ അകത്ത വേദനയുണ്ടായിരുന്നു. ഞാൻ എന്നെ ന്യായീകരിക്കുമല്ല, നെവർ ഡു. പക്ഷെ എൻ്റെ വേദനയിൽ നിന്ന്, എൻ്റെ പ്രയാസത്തിൽ നിന്ന് ഞാൻ അവരെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിലെ ആ പെയിൻ കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഐ എം ക്യാൻസലിങ് യുവർ പ്രോസ്പെരിറ്റി. ആ യുവർ എന്നുള്ള പദം ഞാൻ ഉപയോഗിച്ചത് ഒരു പബ്ലിക്കിനല്ല, പബ്ലിക്കിനെ ഞാൻ കാണുന്നുമില്ല, ഞാൻ ആ സൂമിലേക്ക് നോക്കിയാണത് പറയുന്നത്. ആ വ്യക്തിയെ നോക്കി, അതെന്റെ പെയിനിൽ നിന്നാണ് സംഭവിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ്, ആ മീറ്റിംഗ് കഴിഞ്ഞ്, ഞാനത് പൊതുവായിട്ട് ആരെയുമല്ല സംബോധന, അത് യുവർ എന്നുള്ള പദം ഉപയോഗിച്ച് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഈ ഓഫീസിൽ കയറിയിട്ട് ഞാൻ കർത്താവിനോട്, കർത്താവേ എൻ്റെ ഹൃദയത്തിൽ ആ വേദന നീ എടുത്ത് മാറ്റണേ, ആ പ്രയാസം എടുത്ത് മാറ്റേ. പിറ്റേ ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു, അത് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തു. ഞാൻ ഫ്രീ ആയി. അടുത്ത ദിവസങ്ങളിൽ ഞാൻ ശുശ്രൂഷിച്ചു, അടുത്ത മീറ്റിങ്ങുകളിലും പ്രസംഗിച്ചു. എങ്കിലും ഈ എന്തായിരിക്കും ഇവരിങ്ങനെ പറഞ്ഞെന്നുള്ളൊരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായി. അത് അവരുടെ ഇഷ്ടം, ഓരോരുത്തർക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഞാൻ ഖത്തറിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ച മീറ്റിംഗ് വേണം. ഞാൻ ഇവരെ ഫോൺ ചെയ്തു, ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം നിങ്ങളോട്, നിങ്ങളിങ്ങനെ പലരോടും ഇങ്ങനെ പറഞ്ഞത് ഞാൻ അറിഞ്ഞു, എനിക്കത് വലിയ പ്രയാസം ഉണ്ടാക്കി, എനിക്ക് വലിയ വേദന ഉണ്ടാക്കി. നിങ്ങൾ അങ്ങനെ ചെയ്തത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല, പക്ഷേ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവരെന്നെ തിരിച്ചു വിളിച്ചു, പാസ്റ്ററെ ഞങ്ങൾ അങ്ങനെ പറയത്തില്ല, ആവർത്തി. ഇപ്പോഴും അവർ നമ്മുടെ മിനിസ്ട്രിയിലുണ്ട്, അവർ പോയിട്ടൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രാർത്ഥിച്ച് അതെല്ലാം ക്ലോസ് ചെയ്തു. അതൊരു സമൂഹത്തെ ഒന്നുമല്ല പറഞ്ഞു, എല്ലാം കഴിഞ്ഞ്. അത് അവരോട്, ആ കുടുംബത്തോട് ഞാൻ സംസാരിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാനതൊരു വ്യക്തിയോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വ്യക്തിയോട് ക്ഷമ പറഞ്ഞു, ആ വ്യക്തിയെ വിളിച്ച് ആ വ്യക്തിയോട് ക്ഷമ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് ഞാനൊരു പബ്ലിക്കിനോടാ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഒരു
എന്നെ കാണുന്ന എല്ലാവരെയും നോക്കിയാൽ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇന്നത്തെ ഈ ലൈവ് സർവീസിൽ ഞാൻ നിങ്ങളോടെല്ലാം ക്ഷമ ചോദിച്ചേനെ. എനിക്ക് ഇതിനകത്ത് ഒരു മടിയില്ലാത്ത ആളാണ്. പക്ഷേ ഒരുപക്ഷെ നമ്മളെ ദൈവത്തിന് കുറച്ചുകൂടെ പഠിപ്പിക്കാനും പണിയാനും തിരുത്താനും കറക്റ്റ് ചെയ്യാനും ആയിരിക്കും. അത് ഞാൻ സ്വീകരിക്കുന്നു. ദൈവം നമ്മളെ പണിയുന്ന വിധങ്ങൾക്കായിട്ട്, ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന വഴികൾക്കായിട്ട് നമ്മൾ ചിലയിടത്ത് ഓടേണ്ടതായിട്ട് വരും, താഴേണ്ടതായിട്ട് വരും. നമ്മളെ കുറച്ചുകൂടെ ദൈവം ബിൽഡപ്പ് ചെയ്യും. കർത്താവ് മറ്റൊരു പാത്രമാക്കുന്നത് ഉടഞ്ഞ പാത്രത്തെയാണ്. എല്ലാം തികഞ്ഞ പാത്രത്തെ അല്ല കുശവൻ മറ്റൊരു പാത്രമാക്കുന്നത്. ദൈവം നമ്മളെ ഒന്ന് ഉടയ്ക്കുന്നത് ചിലപ്പോൾ മറ്റൊരു പാത്രമാകാനാണ്. എനിവേ, ഇന്ന് നമ്മുടെ ലൈവിന്റെ സമയം ഏകദേശം കഴിയാറായി. പക്ഷേ മറ്റെന്തെങ്കിലും നിർത്തുന്നതിന് മുമ്പ് ഒരു ചോദ്യം. നമ്മുടെ ഒരു മീറ്റിങ്ങിന് ഒരു കർത്താവിൻ്റെ ദാസന് ഇതുപോലെ എല്ലാവരോടും ഇങ്ങനെ ഒരു ആഹ്വാനം ചെയ്തു. അവരുടെ സാലറി, ഒരു മാസത്തെ സാലറി ചർച്ചിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് അത് മാറ്റിവെക്കണം എന്ന് ഒന്ന് ആഹ്വാനം ചെയ്തല്ലോ. അതിനെക്കുറിച്ച് പാസ്റ്റർ എന്താണ് പറയുന്നത്? ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, ഏറ്റവും ബഹുമാനിക്കുന്ന, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, എനിക്ക് മീതെയുള്ള ഒരു കർത്തൃദാസൻ, ഒരു അഭിഷിക്തനാണ് അദ്ദേഹം. അതൊന്നും പാസ്റ്റർ, അത് വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമല്ല അതൊന്നും. കാരണം എത്രയോ ദൈവദാസന്മാർ, എത്രയോ അഭിഷിക്തന്മാർ, എത്രയോ പാസ്റ്റർമാര് നമ്മുടെ സഭകളിലും മറ്റ് സഭകളിലും ഒക്കെ വന്ന് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടിയും സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കുന്നു. അതെല്ലാ സഭകളിലും ഉണ്ട്. പക്ഷെ അതിനകത്തൊരു കാര്യം, ബഹുമാനനായ കർത്താവിന്റെ അഭിഷിക്തൻ, ആ ദൈവപുരുഷൻ, ആ അപ്പോസ്തലൻ എന്റെ നിർദ്ദേശപ്രകാരമല്ല അത് പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയണം, സഭയോട് പറയണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയോ ചുമതലപ്പെടുത്തുകയോ ചെയ്തില്ല. പക്ഷെ അദ്ദേഹം ചർച്ചിനെ സപ്പോർട്ട്, അത് എവിടെ പോയാലും അങ്ങനെയുള്ള അഭിഷിക്തന്മാർ സഭകളെ സപ്പോർട്ട് ചെയ്യും. ചർച്ചിന്റെ പണികൾ നടക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് ആ ദൈവദാസനാണ് അങ്ങനൊരു കാര്യം ജനത്തിന് മുമ്പിൽ വെച്ചത്. ഇന്ന് വരെയും അവരോട്, എൻ്റെ സഭാവിശ്വാസികളോട് ഞാൻ അങ്ങനെ ഒരു കാര്യം വ്യക്തിപരമായി അങ്ങനെ ആവശ്യപ്പെടുക, ഓഫറിങ് പൊതുവായി സഭയുടെ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പൈസ മേടിക്കുകയോ ഒന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല. അത് ജനത്തിനറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് അന്ന് ഞായറാഴ്ച അത് സംഭവിച്ചത് എൻ്റെ നിർദ്ദേശപ്രകാരമല്ല. നമ്മുടെ ജനം അവരുടെ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെയധികം അവർ കൊടുത്ത്, നമുക്ക് എത്രയോ ആളുകൾക്ക് നമ്മളിപ്പോൾ 30-ലധികം വീടുകൾ വെച്ചു കൊടുത്തു. അതിൽ വ്യക്തിപരമായി ഞാൻ ചെയ്തതുകൊണ്ട്, ദൈവം എനിക്ക് തന്ന നന്മയ്ക്കൊത്തവണ്ണം ഞാൻ ചെയ്തതുകൊണ്ട്, സഭയായി ചെയ്തതുകൊണ്ട്, എന്നാൽ മറ്റു പല പ്രിയപ്പെട്ടവരും നൽകിയ നന്മയിൽ നിന്ന് ചെയ്ത കാര്യങ്ങളുമാണ്. 30-ലധികം ഭവന രഹിതർക്ക് പണിത് കൊടുക്കുകയും നമ്മുടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ 300-ലധികം രോഗികൾക്കും അതിൻ്റെ കൂട്ടിരിപ്പുകാർക്കും നമ്മൾ ഭക്ഷണങ്ങൾ ഉച്ചയ്ക്ക് കൊടുക്കുകയും, അതുകൂടാതെ പാസ്റ്റർ എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയിലുള്ള വിധവമാരായ സാധുക്കളായ സഹോദരങ്ങളെ എത്ര പേരെ നമ്മൾ മന്ത്ലി 63 പേര്, 63 സാധുക്കളായ അമ്മച്ചിമാരെ, അമ്മമാരെ, വിധവമാരായവരെ സഭയായിട്ട് സപ്പോർട്ട് ചെയ്തു. നിങ്ങളല്ലേ അത് എല്ലാ മാസവും ക്രമീകരിക്കുന്നത്. സ്തോത്രം. എനിക്ക് പറയാൻ, വർണ്ണിക്കാൻ, ചിന്തിക്കാൻ എല്ലാം എടുക്കാൻ പറ്റില്ല അല്ലേ? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോവിഡ് കാലത്ത് അത് 2000-ഓളം കുടുംബങ്ങൾക്കുള്ള കിറ്റുകളാണ് നമ്മൾ വിതരണം ചെയ്തത്. അതേപോലെ തന്നെ വെള്ളപ്പൊക്ക സമയത്തും ഏകദേശം 5000-ഓളം കുടുംബങ്ങൾ, ചെന്നൈയിലുള്ള വെള്ളപ്പൊക്ക സമയത്ത് 5000-ഓളം കുടുംബങ്ങൾക്ക് അവർക്ക് വേണ്ട വസ്ത്രം, ഫുഡ് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോയി അവർക്ക്. പക്ഷെ ഇതെല്ലാം നമ്മളെ ശ്രദ്ധിക്കുന്ന, നമ്മളെ കാണുന്ന, ചെന്നൈയിലെ ഫ്ലഡ് വന്നപ്പോൾ 5000 കുടുംബങ്ങളെ മാത്രമല്ല, നാട്ടിലും കേരളത്തിലും 2018-ലും 2020-ലും ഒക്കെ 2021-ലും ഒക്കെ ഫ്ലഡ് വന്ന സമയത്ത് പല അച്ചൻകോവിൽ കോളനിയിൽ, ട്രൈബൽ കോളനീസിൽ, അങ്ങനെ ഒത്തിരി സഭ, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. നമ്മളാൽ കഴിയുന്നത് പോലെ, നമ്മളാൽ പറ്റുന്നത് പോലെ, നമുക്കൊത്തിരി ലിമിറ്റേഷനുണ്ട്. നമ്മളാൽ സാധിക്കുന്നത് പോലെ സാധുക്കളായ ആളുകളെ നമ്മൾ സഹായിച്ചു. അതിനൊക്കെ നമ്മൾക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ജനങ്ങൾ ഇറങ്ങി നിന്നത്, ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം വളരെ വിശ്വസ്തപരമായി ഇതുവരെ ചെയ്യാനും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സ്വർഗത്തിലെ അപ്പ സർവശക്തനായ ദൈവം സഹായിച്ചു. നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ ജനം, നമ്മളെ കാണുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ടവര്, അവർ നമ്മുടെ സഹോദരങ്ങളാണ്. നമുക്ക് നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അവരില്ലാതെ ഈ മിനിസ്ട്രി ഇല്ല. ഈ ജനമില്ലാതെ, അവരുടെ ആ പ്രാർത്ഥനയില്ലാതെ നമ്മളില്ല.
പൗലോസ് പറഞ്ഞില്ലേ, കേൾക്കാൻ ആളില്ലാതെ ആരോട് പ്രസംഗിക്കും? പ്രസംഗിക്കാൻ ഒരാളില്ലാതെ എങ്ങനെ കേൾക്കും? എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും, നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും, നിങ്ങളുടെ എല്ലാ കരുതലിനും നന്ദി. തുടർന്ന് പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ നിൽക്കണം, ഇടിവിൽ നിൽക്കണം, വിശ്വാസത്തിലും കർത്താവിന്റെ കൃപയിലും ഉറച്ചു നിൽക്കണം. Our Lord is coming very soon. നമ്മുടെ കർത്താവ് വേഗം മടങ്ങി വരാൻ പോവാ. ഹല്ലേലൂയ. യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടെങ്കിൽ, ഈ ക്രിസ്മസ് ടൈമിൽ ആ ജനനത്തെ ലോകം മുഴുവൻ ഓർക്കുന്നെങ്കിൽ, യേശുവിന്റെ ജീവിതം പ്രവചിക്കപ്പെട്ടത് പ്രവചനങ്ങൾ നിവർത്തിയായെങ്കിൽ, യേശുവിന്റെ ക്രൂശു മരണം പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ നിവർത്തീകരിക്കപ്പെട്ടെങ്കിൽ, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നിവർത്തിക്കപ്പെട്ടെങ്കിൽ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വേഗത്തിൽ മടങ്ങി വരും എന്ന വാഗ്ദത്തം അതിവേഗം സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്, ദൈവിക കാര്യങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്, വചനത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, വചനം ധ്യാനിക്കുക. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് ഉതകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുക. നിങ്ങൾ നല്ല കാര്യങ്ങൾ വായിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബവും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാനും ഇന്നും ക്രിസ്തു പാസ്റ്റർ, ഞാനും ജീനായും ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായിട്ട് ഈ പ്രിയ മക്കളുമാർക്ക് വേണ്ടി, നമ്മളെ ലോകത്തിൽ കാണുന്ന, നമ്മുടെ പ്രസംഗങ്ങൾ കേൾക്കുന്ന, നമ്മുടെ വീഡിയോകൾ ശ്രദ്ധിക്കുന്ന, നമ്മുടെ സഭയിൽ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിച്ചു. നമ്മുടെ സഭകളിലെല്ലാം ഇടമുറിയാതെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രയർ ടവറിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. കർത്താവിൻ്റെ ശുശ്രൂഷ ഒരിക്കലും കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത് ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. 26-ാം തീയതി മുതൽ നടക്കുന്ന ആനുവൽ കൺവെൻഷനിലും ഫാസ്റ്റിംഗ് പ്രയറിലും കടന്നു വരണം. ന്യൂ ഇയർ സർവീസിൽ നമുക്ക് ഒന്നിച്ച് യേശുവിനെ ഉയർത്താം. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും, ഇതുവരെയുള്ള എല്ലാ പ്രാർത്ഥനയ്ക്കും, പിന്തുണയ്ക്കും, കരുതലിനും ഒത്തിരി നന്ദി. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ള എല്ലാറ്റിനെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണം, സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണം. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങൾക്കുള്ള എല്ലാറ്റിനെയും തന്നെ അനുഗ്രഹിക്കട്ടെ. ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന വിശേഷമായ മഞ്ഞുകൊണ്ടും ആ മേൽത്തരമായ ഗോതമ്പ് കൊണ്ടും പാറയിൽ നിന്ന് ഒഴുകുന്ന ആ തേൻ കൊണ്ടും സർവശക്തനായ ദൈവം നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ.